ഇതാ നമ്മുടെ വാവ മെഹറിനോട് ആ രഹസ്യം തുറന്ന് പറയാൻ പോവാണ്. ഐ ലവ് യു എന്ന് പറയാൻ പോവാണ്. പറഞ്ഞോ പറഞ്ഞോ മെഹർ നോക്ക്. അപ്പൊ ഇതാ പറഞ്ഞോളൂ വാവ ഇതാ മെഹറിനോട് തുറന്ന് പറയാൻ പോവാണ്. ഐ ലവ് യു നമ്മുടെ വാവ ഇതാ മെഹറിനോട് പറയാൻ പോവാണ്. ആ പറഞ്ഞോ വാവ പറഞ്ഞോ. മെഹർ ഇങ്ങോട്ട് നോക്ക്, നോക്ക് കണ്ണിലേക്ക് നോക്ക്. ഞാൻ ഓവർലാപ്പ് അങ്ങനെയല്ല ചേട്ടാ. ഓക്കെ പറഞ്ഞോ പറഞ്ഞോ. മെഹറെ ഒന്ന് നോക്കൂ. ഇൻട്രസ്റ്റ് ഇല്ലാത്ത പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു നമുക്കതോട് അവസാനിപ്പിക്കാം. ഇതാ നമ്മളപ്പോ ടാസ്കിലേക്ക് കിടക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇപ്പോൾ ട്രെൻഡിംഗ് ആയി നിൽക്കുന്നത് സൂപ്പർ വാവയും മെഹറുമാണ്. ഇവരാരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. യൂട്യൂബിൽ വീഡിയോകൾ കൊണ്ട് തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കപ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എന്നാൽ പോലും രണ്ട് ഫ്രണ്ട്സ് ആണ് ഇവർ. ഇരുവരും ഒന്നിക്കണമെന്ന ആഗ്രഹം തന്നെയാണ് ആരാധകർക്കുമുള്ളത്. ഇപ്പോൾ ഇരുവരും ഒരു ട്രഷർ ഹണ്ട് നടത്തിയിരിക്കുകയാണ്. ഒരു ഐ ലവ് യുവിന്റെ പേരിൽ ഒരു 2 ലക്ഷം രൂപ നേടാനുള്ള ഒരു നിധി വേട്ട തന്നെയാണ് ഇത്. അതിനുവേണ്ടി മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ് ഇവർ. 4 പേരാണ് മാർക്കറ്റിൽ എത്തിയിരിക്കുന്നത്. മെഹറും സൂപ്പർ വാവയും ടീമായി ചേർന്ന് നിധി വേട്ട നടത്തുകയാണ്. ഇതിന്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത്. ചേട്ടാ ഇവനില്ലേ, ഇവൻ സൂപ്പർ വാവ ഭയങ്കര ഇൻസ്റ്റാഗ്രാമില് ഭയങ്കര വലിയ പുള്ളിയാ. എവിടെ നീ ഇവിടെ ഇത് കേട്ട് നമ്മളൊന്ന് ഒരു നെയ്മീൻ 100 രൂപയ്ക്ക് തരുമോ? 100 രൂപ ഒരു നെയ്മീനാ? ഏറ്റവും ചേട്ടന്റെ ടാസ്ക് എന്താന്ന് വെച്ചാൽ ഇവർ രണ്ടും 2 ടീമാ. 2 പേരുടെ കയ്യിൽ 100 വെച്ചിട്ടാ ഉള്ളത്. 2 പേർക്കും കൊടുക്കേണ്ട വരും ചേട്ടാ. 100 വെച്ചിട്ട് നെയ്മീൻ കൊടുക്കും. ഒരു നെയ്മീൻ വലുതെടുക്കണമെന്നുണ്ടെങ്കിൽ 10,000 രൂപ വരും. അപ്പൊ പിന്നെ 100 രൂപ എങ്ങനെ എടുത്താൽ പ്രമോഷൻ ചെയ്യാം, പ്രമോഷൻ ചെയ്യാം. കുറവുള്ള മീനുണ്ട്, അതെടുക്കാം. ബത്തള് പറ്റോ ചേട്ടാ? ബത്തൾ അല്ല ഒരു കാര്യം ചെയ്യും, ഇവർക്ക് ഈ ടാസ്കിൽ വിജയിക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ലക്ഷം രൂപയാണ് സമ്മാനം കിട്ടുക. അത് കഴിഞ്ഞ ഒരു 1,25,000 രൂപ പുള്ളിക്ക് കൊടുത്താൽ പോലെ. അതൊന്നും വേണ്ട ചേട്ടാ. ഞങ്ങൾ ടാസ്ക് വിജയിക്കുകയാണെങ്കിൽ ചേട്ടനാണെങ്കിൽ ഞാൻ തരും നെയ്മീന്റെ യഥാർത്ഥ പൈസ. നെയ്മീന്റെ വില എന്ന് പറഞ്ഞാല് 1100 വരും. ഈ 100 പിടിക്കും. 1000 രൂപ ഞാൻ ടാസ്ക് ജയിച്ചെടുത്ത് അങ്ങനെ മേടിക്കാനല്ല. ചെറിയ മീൻ നെയ്യില് ചെറിയ മീൻ വർക്കൗട്ട് ആവുന്നില്ല ഗൈസ്. ഈ മാസം തികയാതെ പ്രസവിച്ച നെയ്മീൻ ഒരു നെയ്മീൻ പ്രസവിച്ച നെയ്മീനുണ്ട്. 500 ഒന്നും കിട്ടില്ല. എന്താ ചെയ്യാൻ പറ്റുക? എന്തേട്ടാ ഒരു മാന്തളായാലോ പറ്റുമോ? നെയ്മീൻ തരില്ലല്ലോ 100 രൂപയ്ക്ക്. തരും പൈസ. റിയലി പ്രൈസ് 100 രൂപയ്ക്ക് നെയ്മീന്റെ ടേസ്റ്റ് ഉള്ള വേറെ എന്തെങ്കിലും ഉണ്ടോ? നെയ്മീന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അലുവേ. നെയ്മീന്റെ ടേസ്റ്റ് ഹലുവ. ഞങ്ങൾ പിന്മാറിയിട്ടില്ല. നെയ്മീന്റെ ഒരു കിട്ടുമോ നോക്കട്ടെ. കവർ എന്തുവാടാ ഇങ്ങനെ ചെയ്യുന്നല്ലേടി. ഞാൻ എന്റെ പേരേക്കും കൂടി മീൻ വാങ്ങാൻ നമുക്ക്. എനിക്ക് പിന്നെ താടല്ലോ രാവിലെ എണീച്ചോ ഒന്ന് വിളിച്ചു നടക്കാല്. എന്റെ വീട്ടിൽ ഇറച്ചി ഒരു 100 രൂപയ്ക്ക് ഏതെങ്കിലും മീൻ 100 രൂപ മൂപ്പരവന് മോന്തക്കും തരും. ഞാൻ ഇടങ്ങാറാക്കി ഇറക്കി വിടാൻ പറ്റുമോ? ഓക്കെ 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 ഓൾ റൈറ്റ്. ഇപ്പൊ നിങ്ങൾ ഇത്രയും നേരം ചോദിച്ചിട്ടും ചേട്ടൻ അമ്മിനും വില്ലിനും അടുക്കാത്ത സ്ഥിതിക്ക് 100 രൂപയ്ക്ക് വേറെ എന്തെങ്കിലും ഒരു മീൻ മേടിച്ചാലും 100 രൂപയ്ക്ക് ഒരു പിലോപ്പി പോന്നോട്ടെ. 10 രൂപ ബാലൻസ്. ആ 100 രൂപയ്ക്ക് മെഹർ 90 രൂപയ്ക്ക് വാങ്ങിച്ചിരിക്കുകയാണ്. ബാലൻസ് വെച്ചോന്നൊക്കെ
ചേച്ചി അടുത്ത ടാസ്ക് ഇതാ. വാങ്ങ് വാങ്ങ്. ഒടുവിൽ ഐ ലവ് യു എന്ന് സൂപ്പർ വാവ മെഹറിനോട് പറഞ്ഞിരിക്കുകയാണ്. ഈ സന്തോഷം തന്നെയാണ് ആരാധകർ വീഡിയോ കാണാൻ ഓടിയെത്താൻ കാരണവും. ഐ ലവ് യു എന്ന മാർക്കറ്റിലുള്ളവരോട് പറഞ്ഞാൽ ആരാണിത് തിരിച്ചു പറയുന്നത്? അയാളുടെ കയ്യിലാണ് ആ ട്രഷർ ഉള്ളത്, ആ നിധിയുള്ളത്. അത് കണ്ടെത്താനാണ് സൂപ്പർ വാവയും മെഹറും ഓടി നടക്കുന്നത്. ഒടുവിൽ അവർ ആ നിധി കണ്ടെത്തുന്നുണ്ട്. ആദ്യമൊക്കെ ഐ ലവ് യു എന്ന് പറയാൻ മടിയായിരുന്നു. കാരണം കുറേ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത്, കുറേ ടാസ്കും മത്സരങ്ങളും ഒക്കെ കൊടുത്ത് അവസാനമാണ് ഈ ഒരു ട്രഷർ കണ്ടെത്താനുള്ള ഈ 2 ലക്ഷം രൂപ കിട്ടാനുള്ള ഒരു സംഭവത്തിലേക്ക് എത്തുന്നത്. അതിലെത്തുമ്പോഴത്തേക്കും അവസാനത്തെ ടാസ്ക് എന്ന് പറയുന്നത് ഐ ലവ് യു പറയുക എന്നുള്ളതായിരുന്നു. അങ്ങനെ സൂപ്പർ വാവ ആദ്യമൊക്കെ പറയുന്നുണ്ട് അതിന്റെ ആവശ്യമൊന്നുമില്ല. മെഹറും പറയുന്നുണ്ട് ഞാൻ പറയില്ല, എനിക്ക് ഇത്ര ദാരിദ്ര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നീട് ഈ നിധിക്ക് വേണ്ടി ഇവർ ഐ ലവ് യു എന്ന് പറയുന്നു. പിന്നാലെ മാർക്കറ്റിലുടനീളം ഐ ലവ് യു എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരാൾ അത് തിരിച്ചു പറയും. ആ ആളുടെ കയ്യിലാണ് ഈ നിധി ഉള്ളത്. അങ്ങനെ അവർ ചെന്ന് നോക്കുമ്പോൾ ഒരു മീനിനടിയിലാണ് ഈ പണം കിട്ടുന്നത്. ടാസ്ക് അല്ല, 2 ലക്ഷത്തിനുള്ള ക്ലൂവിലേക്കാണ് ഞാൻ പോകുന്നത്. ഈ ചമ്പക്കര മാർക്കറ്റിൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, കച്ചവടക്കാരും വാങ്ങാൻ വന്നവരായിട്ടൊക്കെ ഒരുപാട് പേരുണ്ട്. ഇവരിൽ എല്ലാവരുടെ അടുത്തോട്ട് ചെന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഐ ലവ് യു എന്ന് പറയാ. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ മാത്രം മതി. എനിക്ക് ഇഷ്ടം ലവ് യു അല്ല, ഐ ലവ് യു. അപ്പൊ അവര് തിരിച്ച് നീ പറയല്ലേ, എന്തൊക്കെ കൊളാകല്ലേ. അപ്പൊ അവര് തിരിച്ച് ലവ് യു ടു എന്ന് പറയും. അതാണ് നമ്മുടെ ഈ സാധനം കയ്യിലുണ്ടോ, സാധനം കയ്യിലുണ്ട്, ആ ഒരു സെറ്റപ്പാ. വേറെ മറുപടി ഒന്നും കിട്ടുന്നതിന് സമ്മാനം പറഞ്ഞാ പോരെ ടീമില്? ആരെങ്കിലും അല്ല, നമ്മൾ ഈ 2 ലക്ഷം രൂപ വെച്ചിരിക്കുന്ന ആളെ ഇത് പറയുള്ളൂ. അയാളുടെ തൊട്ടടുത്ത് 2 ലക്ഷം രൂപയുണ്ട്. അപ്പൊ അയാൾ നിങ്ങളോട് ഐ ലവ് യു ടു പറയും. അയാൾ അപ്പൊ തന്നെ പൊക്കി മാറ്റിട്ട് അവിടെ മുഴുവൻ തപ്പിക്കോളൂ. 2 ലക്ഷം കിട്ടുന്ന ആൾ ആദ്യം എടുത്തോണ്ട് വീട്ടിൽ പൊക്കോളാം. ഓക്കെ, അപ്പൊ ഇതാ ഇവര് ഡെമോൺസ്ട്രേഷൻ എടുക്കാൻ പോവാണ്. പറഞ്ഞോ ഐ ലവ് യു. ഐ ലവ് യു ടു. ഐ ലവ് യു. അവിടെ ചെല്ലുമ്പോഴും മേ ബി ഇങ്ങനെ വികാരമുള്ള ഐ ലവ് യു കിട്ടാൻ. അപ്പൊ ഇതാ മെഹർ വാവയോട് എനിക്ക് അത്ര കൂടെ ദാരിദ്ര്യം തീരുമാനത്തില് എന്നോട് പറയട്ടെ, അത്രക്ക് ദാരിദ്ര്യം ചേച്ചി. എന്താ അങ്ങനെ കേട്ടോക്കെ ഇങ്ങനത്തെ ഈ എന്താണ് പിച്ചക്കാരൻ ലോട്ടറി അടിച്ച പോലെ പറഞ്ഞിരിക്കുന്നു. ഓള് പിന്നെ അടിപൊളി. 2 ലക്ഷം റുപ്യ കിട്ടൂലേ? 2 ലക്ഷം റുപ്യ എനിക്ക് മാനാവരുത്. 2 ലക്ഷം റുപ്യ കിട്ടിയ പോലും മെഹറിനോട് ഐ ലവ് യു പറയുന്നത് എന്തൊരു മനുഷ്യനാണ്. ആ മുഖത്താ ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്നും ഇനി നീ പറയണ്ട. ഓള് പറയണ്ടെന്നാ പറയണേ. ചന്തയിൽ എനിക്ക് വേണ്ട. ഓൾക്ക് വേണ്ടെന്നാ പറയണേ. പകരം ഇന്ത്യ മതിയോ? ഞാനൊരു കാര്യം പറയട്ടെ, ഇതാ ഇവരുടെ ടീം സ്പിരിറ്റ് ഇവിടെ സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പൊ നമുക്ക് ഇവരുടെ മത്സരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് അപ്പൊ ഇവിടെ ഇത്രയും നേരം ഇത്രയും സ്പിരിറ്റോടെ കളിച്ചുകൊണ്ടിരുന്ന വാവിയുടെ മെഹറിന്റെയും ടീം സ്പിരിറ്റ് നമ്മളിപ്പോ കണ്ടു. ഇവർക്ക് പരസ്പരം പറയാൻ താല്പര്യമില്ല. അപ്പൊ നമുക്ക് നേരിട്ട് നിങ്ങൾക്ക് ടാസ്ക് ഇല്ല, 2 ലക്ഷം റുപ്യ ഇവർക്ക് നേരിട്ട് കൊടുക്കാൻ. എതിരഭിപ്രായം ഉണ്ടോ? ഞാൻ വേണമെങ്കിൽ ഒരു ഐ ലവ് യു പറയാം. ഇത്ര നേരം പറയില്ലെന്നല്ലേ പറഞ്ഞത്? 2 ലക്ഷം റുപ്യ അല്ലേ? അപ്പൊ കുറച്ചേരത്തേക്ക് മാനം മാറ്റി വെക്കാതെ. ഓക്കെ ഗൈസ്, ഇപ്പൊ ഇതാ നമ്മുടെ വാവ മെഹറിനോട് ആ രഹസ്യം തുറന്ന് പറയാൻ പോവാണ്. ഐ ലവ് യു എന്ന് പറയാൻ പോവാണ്. പറഞ്ഞോ വേറെ മെഹർ നോക്ക്. പറയൂ. ഞാനൊന്നും പറയുന്നില്ല. ഐ ലവ് യു ടു. അപ്പൊ ഇതാ പറഞ്ഞോളൂ, വാവ ഇതാ മെഹറിനോട് തുറന്ന് പറയാൻ പോവാണ്. ഐ ലവ് യു നമ്മുടെ വാവ ഇതാ മെഹറിനോട് പറയാൻ പോവാണ്. കല്യാണം റെഡി ആവില്ലട്ടോ. പറഞ്ഞോ വാവ പറഞ്ഞോ. വേറെ മെഹർ ഇങ്ങോട്ട് നോക്ക്, നോക്ക് കണ്ണിലേക്ക് നോക്ക്. ഇനി വേണം. ഞാൻ ഓവർലാപ്പ് ആയി. ഐ ലവ് യു പറഞ്ഞാലോ? അല്ല അങ്ങനെയല്ല ചേട്ടാ. ടാസ്ക് ഓക്കെ പറഞ്ഞോ പറഞ്ഞോ. വേറെ മെഹറെ ഒന്ന് നോക്കൂ. എനിക്ക് എന്താ ഇൻട്രസ്റ്റ് ഇല്ലാത്ത? അല്ല പറ. ഐ ലവ് യു. ഐ ലവ് യു ടു. ഇവൾക്ക് ഇതെന്താണ്? ഒരു വികാരമില്ല. ഇതൊക്കെ ഭേദം ഷെബിയ ഓനിക്കാണ് പൊറോട്ട ഇറച്ചി വാങ്ങിച്ചു കൊടുത്താൽ ഓ തിരിച്ച് ഐ ലവ് യു ടു ഒക്കെ പറയും. നമുക്കതോടെ അവസാനിപ്പിക്കാം. ഇതാ നമ്മളപ്പോ ഈ ടാസ്കിലേക്ക് കിടക്കുകയാണ്. യുവർ ടൈം സ്റ്റാർട്ട് നൗ. ഓടിയോ? ഐ ലവ് യു ഐ ലവ് യു എന്ന് പറയണ പോയി.